ദേ നീ ഒരു കാര്യം മനസ്സിലാക്ക്. ആ താര അത്ര നല്ലവളൊന്നും അല്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നാ മതി. ഇനി അവള് പറയുന്നത് അനുസരിച്ചാലേ നിനക്ക് ജോലി കിട്ടുള്ളൂന്നുണ്ടെങ്കിൽ ആ ജോലി നിനക്ക് വേണ്ട. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. അതെന്റെ കയ്യിൽ വരുന്നതോടെ പൂർണിമയുടെ തോൽവി ആരംഭിക്കും. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച്. എന്താ അക്ഷിത? ഞാൻ ദുർഗയാ. ഇനി എന്നെ തടഞ്ഞോ? അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടും. പൂർണിമേച്ചിയുടെ ദേഹത്ത് ചെടിച്ചട്ടി വീഴ്ത്താൻ നോക്കിയത് നീയല്ലേ? ഏ ഹലോ താര, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ. എങ്കിലും വീണ്ടും പറയൂ, പൂർണിമേച്ചിയെ ഉപദ്രവിക്കണമെന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കോ. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് ചേച്ചിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സമ്മതിക്കില്ല ഞാൻ. ദുർഗേ, നിനക്കെന്നെ ശരിക്കും അറിയില്ല. അതാ നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നേ. നിന്നെ കുറിച്ച് അറിയാൻ നീ ആരാ? മഹാത്മാഗാന്ധിയോ അതോ ഗോഡ്സെയോ? നല്ലവരുടെ ലിസ്റ്റിലും ചീത്ത ആളുകളുടെ ലിസ്റ്റിലും നിന്റെ പേരില്ല. അതിനർത്ഥം നിനക്ക് നല്ലത് ചെയ്യാനും ചീത്ത ചെയ്യാനും ഉള്ള കഴിവില്ലെന്നല്ലേ? ഹിടി. അതുകൊണ്ട് നിന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പൂർണിമയുടെ ധൈര്യത്തിലല്ലേ നിന്റെ ഈ അഹങ്കാരം. അധികം താമസിക്കാതെ അവളെ ഞാൻ തകർക്കും. അതോടെ നിന്റെ അഹങ്കാരം തീരും. നമുക്ക് കാണാം. എന്താടി പ്രശ്നം? നിന്നോട് പല രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിന്നെ ശാസിച്ചും ശിക്ഷിച്ചും ഒക്കെ നോക്കി. പക്ഷേ നീ നന്നാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. നീയല്ലേ ചേച്ചിയുടെ ദേഹത്താ ചെടിച്ചട്ടി എടുത്തിടാൻ നോക്കിയത്? അത് തലയിലെങ്ങാനും വീണിരുന്നെങ്കിൽ എന്താവുന്ന അവസ്ഥ? വേണ്ടാത്ത കാര്യമൊന്നും പറയരുത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ ചെയ്തതെല്ലാം എനിക്കറിയാം. നീ ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. നീ ചെയ്യുന്നതിന്റെയൊക്കെ ശിക്ഷ ഒരു ദിവസം നിന്നെ തേടി വരും. അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് എന്തിനാ പൂർണിമേച്ചോട് ഇത്ര ദേഷ്യം? ചേച്ചി എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? മതിയടി, നിർത്ത്. നീ ചേച്ചി ചേച്ചി ഇത്ര കാര്യമായിട്ട് വിളിക്കാൻ. അവർ നിന്റെ കൂടെ പിറന്ന ചേച്ചിയൊന്നും അല്ലല്ലോ. ഞാനാ ഈ വീട്ടിലെ മരുമകള്. അത് നീ മറക്കണ്ട. ഒരാളെ സ്നേഹിക്കാൻ അവര് രക്തബന്ധം ആവേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലെ നന്മയുണ്ടായാ മതി. ഓ ആണോ? എങ്കിൽ നീ നന്മയും കൊണ്ടേ പൂർണിമേച്ചിയുടെ പുറകെ നടക്ക്. അല്ലാതെ എന്നെ ഉപദേശിക്കാൻ നീ വരണ്ട. പിന്നെ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അശി, എന്താ ഇവിടെ? എന്താ ബഹളം? കാര്യം പറയാ ശി. എന്തായിരുന്നു? അത് ഞാൻ പറയാം. ആന്റിക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ മരുമോളെ ഒന്ന് ഉപദേശിക്കും. പൂർണിമ ചേച്ചി സ്വന്തം മോളെ പോലെയാണെന്ന് പറഞ്ഞല്ലോ. അതിൽ കുറച്ചെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അവർക്ക് ആപത്ത് വരുന്നത് സഹിക്കാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ഒരു സംശയം? പൂർണിമ എനിക്ക് സ്വന്തം മോളെ പോലെ തന്നെയാ. അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്താ കാര്യം അറിയണമെങ്കിൽ മരുമോളോട് ചോദിച്ചു നോക്ക്. എന്താ ശി? ദുർഗ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതമ്മ, നീ കാര്യം പറയാ ശി. ഞാൻ പൂർണിമ ആ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കിട്ടണം. അത് താരയാ പൂർണിമ ഓഫീസിൽ വിടാതെ തടയണോന്ന് പറഞ്ഞേ.
അതാ ഞാൻ അങ്ങനെ ചെയ്തേ. നിനക്കെന്താ ബോധമില്ലേ? പൂർണിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ? ഭാഗ്യം കൊണ്ടാ ആ ദുർഗ കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചത്. അല്ലായിരുന്നെങ്കിലോ? അതമ്മ, ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ താര. ചെയ്തില്ലെങ്കിൽ എന്താ? ദേ അശി, ഒരു കാര്യം ശരിയാ. ഇന്ദ്രപ്രസ്ഥത്തിലെ സകല സ്വത്തും നമുക്ക് മാത്രമായി കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്ന് കരുതി ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പൂർണിമ ഒതുക്കണമെന്നുണ്ടെന്ന് കരുതി അവളെ കൊല്ലുക എന്നല്ല അതിനർത്ഥം. അമ്മേ സോറി, പറ്റിപ്പോയി. താര പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് നീ പറഞ്ഞില്ലേ? നാളെ താര കൊല്ലാൻ പറഞ്ഞാ നീ അതും ചെയ്യുവോ? അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയാതെ. പിന്നെ എന്താ പറയേണ്ടത്? ദേ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ആ താര അത്ര നല്ലവളൊന്നും അല്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നാ മതി. ഇനി അവള് പറയുന്നത് അനുസരിച്ചാലേ നിനക്ക് ജോലി കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ജോലി നിനക്ക് വേണ്ട. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. അന്ന് ആ IPS ക്യാമ്പിലെ നമ്പർ 1 കേഡറ്റ് ഈ മേഡമായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ മേഡത്തിന് സ്പെഷ്യൽ ലെക്ചർ കേട്ടിട്ടുണ്ട്. മേനോൻ പല പ്രാവശ്യം പറഞ്ഞു ഈ വീട്ടിലെ ആരോ പോലീസാണ്. ഓരോ ദിവസവും ആ സംശയം ബലപ്പെടുകയാണ്. ഈ മൈക്രോഫോൺ വെച്ച് അവർ മുറിയിൽ സംസാരിക്കുന്ന എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റും. ആ കിരണും ദുർഗ എവിടെയും നോക്കണം. എന്നിട്ട് സേഫായ സമയത്ത് അകത്ത് കയറാം.